ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളായിട്ട് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ സുന്ദരിപ്പൂവിനൊന്ന് നോക്കിയതാണ് കേട്ടോ. സുന്ദരിപ്പൂ കണ്ടോ, നമ്മുടെ കൈക്കുടന്ന നിറയെ പൂവെന്ന് പറഞ്ഞ പോലെ ഒരു കുടന്ന പൂവായിട്ടാട്ടോ നിൽക്കുന്നത്. ഇതിൻ്റെ പേര് ഹൈഡ്രാഞ്ചിയ എന്നാണ്. ഇതിന് വേറെ വല്ല പേരുണ്ടോ എന്ന് അറിയില്ല കേട്ടോ. അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇന്ന് വേറൊരു സുന്ദരമായ കാഴ്ച കാണിച്ചു തരാം കേട്ടോ. രാവിലെ ഞാൻ എണീറ്റ് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ നോക്കിയപ്പോൾ കണ്ടത് ഇതാണ് കേട്ടോ. ഞങ്ങളുടെ വാഴക്കുല നല്ല മഞ്ഞ കളറായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. വെയിലിങ്ങനെ തട്ടുമ്പോഴാണ് ഇതിൻ്റെ കളറ്. പക്ഷേ 2-3-4 കായകൾ പഴുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം എന്തായാലും ഇന്ന് ഇതൊന്ന് വെട്ടിയെടുക്കണം. അല്ലെങ്കിൽ വവ്വാലോ കിളികളോ എന്തായാലും ഇവർ കണ്ടാൽ തിന്നും. പക്ഷേ ഇങ്ങനെ അടുപ്പിൻ്റെ പുകക്കുഴലിൻ്റെ ഭാഗമായിട്ടാണ് തോന്നുന്നു. വവ്വാലൊന്നും കണ്ടിട്ടില്ല. ഈ വാഴ എന്ന് പറഞ്ഞാൽ ഇവിടെ സാധാരണയായിട്ട് കാണുന്ന വാഴയാണ് കേട്ടോ. അതായത് പൊണ്ണങ്കായാണ് കേട്ടോ. അത് പൊണ്ണങ്കായ. ഞാനിതിന് പൊണ്ണങ്കായ അറിയും, ഇവർ ഇതിനെ മണ്ണങ്കായ എന്ന് പറയും. ഏതായാലും ഉപ്പേരി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. മെഴുക്കുവരട്ടി ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. പക്ഷേ ഞങ്ങളിതുവരെ കറി വെച്ചിട്ടില്ല കേട്ടോ. കറി വെക്കാൻ തോന്നുന്നു. ഇത് പഴുത്താലൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ ഉള്ളവർക്കൊന്നും വലിയ ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ ഇന്നത്തെ അടുക്കള ഡ്യൂട്ടി തുടങ്ങി കേട്ടോ. ഇത് നമ്മുടെ ചങ്ങാതി ലീവാണ്. അപ്പോൾ രാവിലെ തന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പച്ചക്കറികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പച്ചക്കറിയൊന്നുമില്ല, കുറച്ചേ വാങ്ങാറുള്ളൂ. അപ്പോൾ ഉള്ളി, തക്കാളി, ക്യാരറ്റ്, മല്ലിയില, പിന്നെ പുതിനയില ഉണ്ടോയെന്ന് അറിയില്ല. പിന്നെ ഞാൻ പറഞ്ഞ സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ നോക്കട്ടെ, കറി വെക്കാനുണ്ട്. പച്ചക്കായ ഒന്ന് കറി വയ്ക്കുകയാണ്. അപ്പോൾ അതിന് പച്ചക്കായ കൊണ്ടുവന്നിട്ടുണ്ട്. ഉരുളക്കിഴങ്ങുണ്ട്, വെളുത്തുള്ളിയുണ്ട്, കക്കരിക്ക ജ്യൂസ് അടിച്ചാൽ നല്ല ടേസ്റ്റല്ലേ. അങ്ങനെ തക്കാളിയൊക്കെ ഒരുപാടുണ്ട്. പച്ചക്കറികളൊക്കെ കൊണ്ടുവന്നാൽ ഞാൻ ചെയ്യുന്ന പണി ഇതാണ് കേട്ടോ. എല്ലാം വെവ്വേറെ വേർതിരിച്ചിട്ട് എല്ലാം കവറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ അങ്ങോട്ട് വയ്ക്കും. അങ്ങനെ വെച്ചാൽ ഒരുപാട് ദിവസം കേടാകാതെ ഇരിക്കും. പിന്നെ നാരങ്ങ കൊണ്ടുവന്നിട്ടുണ്ട്. നാരങ്ങ കൊണ്ടുവന്നതിൽ ഭയങ്കര സന്തോഷം. കാരണം നാരങ്ങ വെള്ളം കുടിക്കാമല്ലോ. നമ്മൾ എത്ര ജ്യൂസ് കുടിച്ചാലും നാരങ്ങ വെള്ളം ഉണ്ടാക്കി കുടിക്കുന്നതിൻ്റെ അത്ര ഒരു സുഖം കിട്ടില്ലല്ലോ. അങ്ങനെ പച്ചക്കറികളൊക്കെ എടുത്ത് വെച്ചു. ഉള്ളികൾ, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, സവാള, പിന്നെ കിഴങ്ങും ഉള്ളിക്കൊട്ടയിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കിഴങ്ങ് സെപ്പറേറ്റാണ് ഇടാറ്. അങ്ങനെ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി അരി ഇടട്ടെ. അപ്പോൾ ഇന്നത്തെ കറി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, പച്ചക്കായും ചെറുപയറും. ഇങ്ങനെ പച്ചക്കായും ചെറുപയറും കറി വെച്ചിട്ടുണ്ടോ? ആരെങ്കിലും പരിപ്പിട്ട് കറി വെക്കാറുണ്ട് പച്ചക്കായ. പക്ഷേ പയറിട്ട് കറി വെക്കണത് ഞാനിവിടെ വന്നതിന് ശേഷമാണ് കേട്ടോ കൂട്ടിയത്. നല്ല ടേസ്റ്റാണ്. തക്കാളിയൊന്നും ഇടണ്ട. ആവശ്യത്തിന് പയറെടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് കായ എടുത്തിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെ പച്ചമുളക്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, പാകത്തിന് വെള്ളം അങ്ങനെ കൂട്ടിയിട്ട് അങ്ങനെ അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കുക. ഞാൻ കുക്കറിലാണ് കേട്ടോ വേവിക്കുന്നത്. കുക്കറിലൊരു 5-6 വിസിലൊക്കെ വരണം കേട്ടോ. അതായത് ഞാൻ പയറ് വെള്ളത്തിലിടാതെയാണ് എടുത്തത്. തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3 വിസിലൊക്കെ മതി. പക്ഷെ ഞാനൊരു 6 വിസിൽ വെച്ചിട്ട് വേവിക്കുകയാണ് കേട്ടോ. എന്നിട്ട് നാളികേരം നല്ല മഷി പോലെ അരച്ചെടുത്ത് തിളപ്പിച്ചിട്ട് കറിവേപ്പിലയും കടുകും വറ്റൽമുളകൊക്കെ ഇട്ട് വറുത്തെടുത്താൽ നല്ല ടേസ്റ്റാണ്. കറിയൊക്കെ അടുപ്പത്തായി. ഇനി നമുക്ക് മീൻ വെക്കാം കേട്ടോ. മീൻ നല്ല കഷ്ണം മീനാണ് കേട്ടോ. പുളിയൊക്കെ പിഴിഞ്ഞ് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പൊക്കെ ഇട്ടിട്ട് മസാലയൊക്കെ പുരട്ടിയ പോലെ അങ്ങനെ വെച്ചതാണ് കേട്ടോ. 10 മിനിറ്റായി ഇങ്ങനെ വെച്ചിട്ട് അതിലേക്ക് തക്കാളി, ഇഞ്ചി, പച്ചമുളകൊക്കെ, വെളുത്തുള്ളി പേസ്റ്റും ഇഞ്ചി പേസ്റ്റൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് അടുപ്പത്തേക്ക് കേട്ടോ. നമ്മുടെ മീൻ കറിക്കുള്ള മസാലയൊക്കെ റെഡിയാക്കിയതാണ്. ഇനി അടുപ്പത്ത് അങ്ങോട്ട് വെക്കാം കേട്ടോ. എന്നിട്ട് വെട്ടിയിട്ട് അങ്ങോട്ട് എടുക്കുക. മീൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുക്കർ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചെറുപയറും കായയിലെ കറി വറുത്തിട്ടിട്ടുണ്ട്. കണ്ടോ, നല്ല കുറുകി നിൽക്കുന്ന കറി. ഇങ്ങനെ വയ്ക്കുന്നതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അങ്ങനെ ചോറായി, കറിയായി, മീനത് അടുപ്പത്തായി. ഇപ്പം നല്ല ചൂടല്ലേ. അപ്പോൾ ഈ ചൂടിന് കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്ക്. നമ്മൾ വീട്ടമ്മമാർ വെള്ളം കുടിക്കാമെന്നാൽ എങ്ങനെ ശരിയാവുമല്ലേ. അപ്പോൾ ഈ ചൂടത്ത് നന്നായിട്ട് വെള്ളം കുടിക്കട്ടെ എല്ലാവരും. അപ്പോൾ ഒരു എനർജി ഡ്രിങ്കാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവരും ഉണ്ടാക്കിയത് തന്നെ ആയിരിക്കും. അപ്പോൾ ഞാനെന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ കുക്കുംബർ, അതായത് കക്കരിക്ക, അതിൻ്റെ ഒരു കഷ്ണം,
ഒരു നാരങ്ങ, പിന്നെ ഒരു ഇഞ്ചി, പിന്നെ തണുത്ത വെള്ളം, പിന്നെ പാകത്തിന് പഞ്ചസാര എല്ലാം കൂടെ ഇട്ട് മിക്സിയിൽ അങ്ങോട്ട് അടിച്ചെടുക്കുക. അത് തന്നെയാണ് എനർജി ഡ്രിങ്ക്. അത് ഏറ്റവും നല്ലൊരു സാധനമാണ് കക്കയൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. ഇത് വെറുതെ നമ്മൾ ജ്യൂസ് അടിച്ച് കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഏറ്റവും നല്ല സാധനമാണ്, എല്ലാ രോഗികൾക്കും പറ്റും. അതായത് ഡയബറ്റീസ് ഉള്ളവർക്കും, പിന്നെന്താ പറയുക, കൊളസ്ട്രോള്, പ്രഷറ്, പിന്നെ സോഡിയം, അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും ഉള്ളവർക്കൊക്കെ പറ്റുന്നൊരു സാധനമാണ് കക്കരിക്ക കേട്ടോ. എൻ്റെ മുടി കണ്ടോ, എൻ്റെ കിങ്ങിണിക്കുട്ടി വെട്ടി തന്നതാണ് കേട്ടോ ഇത്. പക്ഷേ ഇത് വെട്ടിയിട്ട് ഇപ്പോൾ ഞാൻ കുടുങ്ങി. ഇതിപ്പോൾ ഇങ്ങനെ 2 കൊമ്പായിട്ട് ഇങ്ങനെ തൂങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. അവളൊന്ന് മേക്ക് ഓവർ ചെയ്തതാണ് എന്നെ, 2 സൈഡിലും ഇങ്ങനെ മുടി വെട്ടി തന്നതാണ്. പക്ഷേ ഇതിപ്പോൾ എന്താണെന്നറിയില്ല, നമ്മൾ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ മുടി വെട്ടുകയാണെങ്കിൽ വേഗം വളരും. ഇതിപ്പോൾ ഇത്ര ഉള്ളായിരുന്നു കേട്ടോ. പക്ഷേ ഉണ്ടോ ഉണ്ടായത് വേഗം വളരും. പക്ഷെ നമ്മൾ സാധാരണ ഉണ്ടായിരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒന്നും മുടി വലിയതാവുന്നില്ല, നീളുന്നില്ല. അപ്പോൾ കിങ്ങിണിക്കുട്ടിൻ്റെ ഒരു എന്താ പറയുക, മേക്ക് ഓവർ ചെയ്യിച്ചതാണ്, എന്നെ മേക്ക് ഓവർ ചെയ്തതാണ്. അവരൊരു ബ്യൂട്ടീഷ്യനായുണ്ട്. കുഴപ്പമില്ല അല്ലേ? സാധനങ്ങളൊക്കെ റെഡി. ഇനി നമുക്ക് പിടിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വെള്ളം ഉണ്ടാക്കാം അല്ലേ? ആദ്യം നമുക്ക് പഞ്ചസാര പൊടിച്ചെടുക്കാം. പഞ്ചസാര വിഷമാണ് കേട്ടോ. ഷുഗറിൻ്റെ ഒരു പഞ്ചസാര ഉണ്ടാകും, അല്ലാതെ കുടിച്ചാൽ പഞ്ചസാര മിക്സിയിൽ പൊടിച്ചാൽ മിക്സി ജാറിൻ്റെ ബ്ലേഡിൻ്റെ മൂർച്ചം കുറയും. ഉപ്പ് കൂട്ടിയെടുക്കുകയാണെങ്കിൽ ബ്ലേഡിൻ്റെ മൂർച്ചം കൂടും. ഇഞ്ചി ഇട്ടു, കക്കരിക്കൻ്റെ കഷ്ണം ഇട്ടു, നാരങ്ങ ഇട്ടു. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു പുതിനയില, അതായത് മിൻറ്റ്, അത് വേണ്ടിയിരുന്നു, അതില്ല. ഇതെപ്പോഴും ഇങ്ങനെ വാങ്ങിട്ടോ കയ്യിൽ, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണ്. ജ്യൂസ് റെഡി. അപ്പം എൻ്റെ ജ്യൂസ് ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ, കണ്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഐസ് ക്യൂബും കൂടെ ഇട്ട് കൊടുക്കാം. ആഹാ, ഷാറ്. അപ്പം എൻ്റെ എനർജി ഡ്രിങ്ക് ഞാൻ കുടിച്ചുകൊണ്ടിരിക്കാം കേട്ടോ. അടിപൊളിയാണ് കേട്ടോ, ക്ഷീണത്തിന് നല്ലതാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കും. അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ബാക്കി വിശേഷങ്ങൾ കഴിഞ്ഞ് ഞാൻ അടുത്ത വീഡിയോയിൽ ഇങ്ങനെ വരാം. എൻ്റെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുള്ളവരുണ്ടെങ്കിൽ മാത്രം ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു.